ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ ജനുവരി 28 ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച ആ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയിലേക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം 2 കൊരിന്ത്യർ 3 അതിന്റെ 18 വാക്യമാണ്. 2 കൊരിന്ത്യർ 3 അതിന്റെ 18 വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേല് തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം മൂടുപടം. നോക്കണമേ, ഏവർക്കും ഒരു മൂടുപടം ഉണ്ട്. നാം ജനിച്ചു വീഴുമ്പോഴേ ഒരു മൂടുപടം നമുക്കുണ്ട്, പാപത്തിന്റെ മൂടുപടം. ജന്മം കൊണ്ട് ഇതാ പാപിയായി. ആ മൂടുപടം നമ്മെ കിടക്കുകയാണ്. ആമേൻ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നാം എന്താണ്? നാം എല്ലാവരും പാപികളാ. ആ ഒരു പാപത്തിന്റെ മൂടുപടം നമ്മളിലുണ്ട്. അതെന്നാ വന്നത്? നമ്മുടെ ആദ്യ മാതാവും പിതാവുമായ ആദാമും ഹവ്വയും ദൈവം പറഞ്ഞത് കേട്ട് അനുസരിക്കാതെ, സാത്താൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് മുഖാന്തരം ദൈവകൽപ്പന ലംഘിച്ച് സാത്താൻ പറഞ്ഞ് കേട്ട് സാത്താനെ അനുസരിച്ചത് മുഖാന്തരം എന്ത് സംഭവിച്ചു? നാം എല്ലാവരും ലംഘനക്കാരായി പാപികളായി തീരുവാൻ ഇടയായി തീർന്നു. പാപത്തിന്റെ ശമ്പളം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിത്യ നരകമാണ്. അപ്പോൾ ഓരോ മനുഷ്യനിലും ഓരോ കുഞ്ഞിലും എന്തുണ്ട്? ഈ പാപത്തിന്റെ ഈ മൂടുപടം ഉണ്ട്. നാം എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും അവിടെ ഒരു തിന്മ വരും. കാരണം ആ തിന്മയുടെ ശക്തി നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ തിന്മയുടെ ശക്തി മാറിപ്പോകണമെങ്കിൽ, ഈ പാപത്തിന്റെ മൂടുപടം മാറിപ്പോകണമെങ്കിൽ, ലോകത്തിന്റെ വെളിച്ചമാകുന്ന, ലോകത്തിന്റെ സൃഷ്ടാവാകുന്ന കർത്താവിലേക്ക് നാം നോക്കണം. ആ പ്രകാശത്തിലേക്ക് നാം നോക്കണം. ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നാം നോക്കി നമ്മുടെ പാപങ്ങൾ ആ കർത്താവിനോട് ഏറ്റുപറഞ്ഞ്, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ, മനസ്സലിയണമേ എന്ന് പറഞ്ഞ് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് നാം യേശുവിന്റെ പൈതലായി തീരുമ്പോൾ, അഥവാ യോഹന്നാൻ 1 വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവനെ കൈക്കൊണ്ട്, അഥവാ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്രകാരം ആ ദൈവമക്കൾ എന്നുള്ള പദവി നാം കരസ്ഥമാക്കുമ്പോൾ അതുവരെയുള്ള ആ മൂടുപടം മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അതുവരെയും നമ്മെ ഭരിച്ചുകൊണ്ടിരുന്ന സാത്താന്യ ശക്തികൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ, തിന്മയുടെ ശക്തികൾ നമ്മെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. ആ മൂടുപടം മാറിപ്പോകുവാൻ ഇടയായിത്തീരും. മറിച്ച്
സ്തോത്രം, യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള ആ പ്രകാശം നമ്മളിലേക്ക് വരുവാൻ ഇടയായിത്തീരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അങ്ങനെ പഴയ മനുഷ്യൻ, ആ പാപത്തിൽ ജനിച്ച ആ മനുഷ്യനുള്ള മൂടുപടം മാറിപ്പോകണമെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവ് യേശുക്രിസ്തുവിലേക്ക് നാം നോക്കി കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ കൽപ്പനകള്, ആ ആലോചനകള്, ആ ഉപദേശങ്ങള് നാം സ്വീകരിച്ച് ദൈവമകനായി ദൈവമകളായി തീരുമ്പോൾ പുതിയ സൃഷ്ടിയായി തീരുവാൻ ഇടയായിത്തീരും. സാത്താൻ നമ്മെ വിട്ടു പോകുവാൻ ഇടയായിത്തീരും. തിന്മ നമ്മെ വിട്ടു പോകുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഒരു വചനം പറയുന്നുണ്ട്, എബ്രായ ലേഖനം 2:14, അതിപ്രകാരമായിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും യേശുവും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയിട്ട് ജീവപര്യന്തം മരണഭീതിയാൽ അടിമകൾ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചെന്ന്. സ്തോത്രം. അപ്പോൾ മരണഭീതിയാൽ അടിമകൾ ആയിരുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ് ആ മൂടുപടം മാറ്റി തേജസ്സിന്റെ ആ പ്രകാശം തരുവാൻ വേണ്ടി, അഥവാ നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ 4:6 ഇപ്രകാരം വായിക്കുന്നു. 2 കൊരിന്ത്യർ 4:6, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ചത് ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എവിടെ പ്രകാശിക്കുന്നു? ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ആരുടെ പ്രകാശം? ക്രിസ്തുവിന്റെ പ്രകാശം. സ്തോത്രം. ആമേൻ. ആ ക്രിസ്തുവിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിൽ എന്തുണ്ടാവും? ആ വ്യക്തിയിൽ രൂപാന്തരമുണ്ടായി. ആമേൻ. സ്തോത്രം. ദൈവ തേജസ്സ് ആ വ്യക്തിയിൽ ലഭിക്കുവാൻ ഇടയായിത്തീരും. ആ വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേ. 2 കൊരിന്ത്യർ 4:4 അതിപ്രകാരം വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷത്തെ തള്ളിപ്പറയുന്ന, സുവിശേഷത്തെ വിശ്വസിക്കാതെ സ്തോത്രം സാത്താൻ പറയുന്ന ആലോചനകൾക്കനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ മൂടുമടം മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള ആ സുവിശേഷം നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ. സ്തോത്രം. സാത്താന്റെ പ്രവൃത്തികൾ മാറിപ്പോകട്ടെ. സ്തോത്രം. അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ വ്യക്തിയായി, ഒരു പുതിയ മനുഷ്യനായി, ദൈവപൈതലായി, ദൈവമകനായി, ദൈവമകളായി തീരാം. അതിനാൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പാപത്തിന്റെ ആ മൂടുപടം മാറിപ്പോകട്ടെ. ആ തിന്മയുടെ ശക്തി മാറിപ്പോകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ പാപത്തിന്റെ, ആ തിന്മയുടെ, ആ സാത്താന്റെ ആ മൂടുപടം അത് മാറിപ്പോയിട്ട് ക്രിസ്തുവിന്റെ തേജസ് ആ ഹൃദയത്തിൽ ഉദിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവിനെ വ്യക്തിപരമായിട്ട് ഹൃദയത്തിലേക്ക് കർത്താവായി സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം അവര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഈ നിത്യജീവൻ പ്രാപിക്കുവാൻ അവരെ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് ഈ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ. ആമേൻ.